ഹായ്, നമ്മളെപ്പോഴും ഒരു കാര്യം കൂടുതൽ വിശ്വസിക്കുന്നത് അത് അനുഭവിച്ചിട്ടുള്ള ഒരാൾ പറയുമ്പോഴാണ് അല്ലേ? അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. SLMTയുടെ ഒരു അലുമിനിയാണ് ആള്. ഓക്കെ, അപ്പോൾ ഹർ നെയിം ഇസ് അലിയ മേരി ജോസഫ്. അലിയ ഇവിടെ 2022-23 ബാച്ചിലർ സ്റ്റുഡൻ്റ് ആയിരുന്നു. എന്താണ് അലിയയുടെ വിശേഷങ്ങൾ, വാട്ട് ഓൾ ആർ ഹാപ്പനിങ് ഇൻ ഹർ ലൈഫ്, എന്തൊക്കെയാണ് ലോജിസ്റ്റിക്സ് സംബന്ധമായിട്ട് അലിയയ്ക്ക് പറയാനുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. സോ അലിയ, ഹായ്. ഹായ്, വെൽക്കം. അപ്പോൾ ഓക്കെ, എന്താണ് ഇപ്പോൾ കറൻ്റ്ലി അലിയയുടെ വിശേഷങ്ങൾ? വാട്ട്സ് ഹാപ്പനിങ് ഇൻ ലൈഫ്? കറൻ്റ്ലി വിശേഷം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു കമ്പനിയിൽ ടെലിസെയിൽസായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. സൈൻ ചെയ്തു. ഇനിയിപ്പോൾ പുറത്തോട്ട് പോകാനുള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. മിക്കവാറും ജൂൺ ഒക്കെ ആകുമ്പോഴത്തേന് പോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഓക്കെ, അപ്പം ഇവിടുത്തെ ഒരു വർഷത്തെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് എബ്രോഡിലേക്ക് പോകാനുള്ള ഒരു പ്രോസ്പെക്ട്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കറൻ്റ്ലി. ഓക്കെ അലിയ, ഇപ്പം എങ്ങനെയാണ് ഈ ലോജിസ്റ്റിക്സ് ഫീൽഡിലോട്ട് വന്നത്? ലോജിസ്റ്റിക്സ് ലൈക്ക് വാസ് ഇറ്റ് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുമായിരുന്നോ, അതോ ആക്സിഡൻ്റൽ ആയിരുന്നോ? ആരെങ്കിലും ഇൻസ്പയർ ചെയ്തോ ഈ ഫീൽഡിലേക്കൊക്കെ വരാൻ? ഓക്കെ, ആക്ച്വലി എൻ്റെ ഡിഗ്രി കഴിയുന്നവരെ ലോജിസ്റ്റിക്സ് എന്ന ഒരു സംഭവം എനിക്കറിയത്തില്ല. എനിക്കറിയാവുന്നത് ഷിപ്പിംഗ്. കാരണം ഓക്കെ, എൻ്റെ ഫാദർ ഷിപ്പിംഗ് ഫീൽഡ് മേഴ്സ്കിലാണ് പപ്പ വർക്ക് ചെയ്യുന്നത്. അപ്പം കൊച്ചിലേ തൊട്ടേ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി. അപ്പം ഈ വന്നിരുന്ന് ഇപ്പം നാട്ടിൽ വന്നു കഴിഞ്ഞാലും പുള്ളിക്കാരൻ ഇങ്ങനെ അവധിയിലേക്ക് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി, സംഭവം എന്താ. അപ്പം ഞാൻ ഇങ്ങനെ പോയി ഇങ്ങനെ നോക്കുക. അപ്പോൾ ഓപ്പറേഷൻസിലായിരുന്നു വർക്ക് ചെയ്യുന്നത്. അവർക്ക് ബ്ലാക്ക് സ്ക്രീനിൽ ഒരു ഗ്രീൻ ലൈനിലൊക്കെ ഇങ്ങനെ എഴുതി വരുമ്പോൾ എനിക്ക് ഭയങ്കര അപ്പം എനിക്കറിയില്ല സംഭവം ലോജിസ്റ്റിക്സ് ആണ്. ലോജിസ്റ്റിക്സ് പഠിച്ചാലേ ഇതിൽ കയറാൻ പറ്റൂ. എനിക്കൊരു പ്ലാനേ ഇല്ലായിരുന്നു. ഇപ്പം BA കഴിഞ്ഞ് കൊറോണയൊക്കെ കഴിഞ്ഞ ആ ഒരു ടൈമിലാണ് BA ഇംഗ്ലീഷ് കഴിഞ്ഞ. പെട്ടെന്ന് ഫ്രണ്ട്സ് എല്ലാവരും ഓരോരുത്തടുത്ത് പോകുന്നു, ഓരോരുത്തർ MA ചെയ്യുന്നു, അവിടെ ഇവിടെ എല്ലാം പോകുന്നു. അപ്പം ഞാൻ ദുബായിൽ നിന്ന് ജസ്റ്റ് ഒരു വെക്കേഷന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എൻ്റെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട് ഇങ്ങനെ എന്നോട് വിളിച്ചു പറഞ്ഞു, എടി ഞാൻ ഇത് ലോജിസ്റ്റിക്സ് പഠിക്കാൻ പോവാ എറണാകുളത്ത്. അതുവരെ എനിക്ക് സംഭവം മനസ്സിലായി. ഞാൻ ലോജിസ്റ്റിക്സ്, എടി ഷിപ്പിംഗ് അതാണ് ലോജിസ്റ്റിക്സ്. ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ. അപ്പോൾ അന്ന് വരെ ഇങ്ങനെ ഒരു ഡിസ്കഷനേ ഉണ്ടായിട്ടില്ല? അച്ഛൻ്റെ അടുത്താണെങ്കിലും അടുത്ത് പോലും ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, ചോദിച്ചിട്ടും ഇല്ല? ഇത്രയും ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നിട്ട് ഞാൻ ചോദിച്ചിട്ടില്ല. ഓക്കെ, അപ്പം ഇങ്ങനെ വിശേഷം പറയുമ്പോൾ ഓക്കെ ഫൈൻ ഇങ്ങനെ ആണല്ലേ. അല്ലാതെ ഡീപ്പ് ഇൻടു ഇറ്റ് ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. പിന്നെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഖത്തറിൽ അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അവരുടെ ഓഫീസിൽ പോയിട്ടുണ്ട്. അപ്പോഴും ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. ഇവരെല്ലാവരും ഇങ്ങനെ വർക്ക് ചെയ്യുന്നു, മീറ്റിംഗ് നടത്തുന്നു. അപ്പോൾ കമ്പനിയെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഈ കമ്പനിയിൽ കയറണമെന്നുണ്ടെങ്കിൽ ഈ കോഴ്സ് പഠിച്ചാലേ കയറാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ഫീൽഡിലോട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു ലോജിസ്റ്റിക്സ് ഇങ്ങനെ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അലിയ അന്വേഷിച്ചു എന്താണ് ലോജിസ്റ്റിക്സ്. അപ്പം ഹൗ ഡിഡ് ഇപ്പോൾ പത്തനംതിട്ടയിലാണ് വീട്, പത്തനംതിട്ടക്കാരെ എങ്ങനെ ഇവിടെ എറണാകുളത്തെത്തി? അപ്പോൾ ആസ് വി ഓൾ നോ പത്തനംതിട്ട ഇങ്ങനെ ഒരു കോഴ്സ് കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല. അപ്പോൾ ഒന്നെങ്കിൽ ട്രിവാൻഡ്രം അല്ലെങ്കിൽ കൊച്ചി. അപ്പോൾ ട്രിവാൻഡ്രം എൻ്റെ ഒരു ഓപ്ഷനിലേ ഇല്ലായിരുന്നു. ഓൾറെഡി ഫ്രണ്ട് ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ഫൈൻ, എന്നാൽ പിന്നെ കൊച്ചി തന്നെ നോക്കാം. ഗൂഗിൾ എടുത്തു, നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ബെസ്റ്റ് ലോജിസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇൻ കേരള. അപ്പം നോക്കിയപ്പോൾ കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നു. ആദ്യത്തെ രണ്ടെണ്ണമൊന്നും കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് തൃപ്തി വന്നില്ല. SLMT കണ്ടു, വേറെ ഒരു 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ നോക്കാം. അപ്പോൾ SLMT വിളിച്ചു, ശാലിത മാം ഫോൺ എടുത്ത്. അപ്പോൾ മാമിനോട് ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ മാം പറഞ്ഞു വന്ന് ഇവിടെ കണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി, വരാൻ പറഞ്ഞു. ഞാൻ അമ്മയോട്, അതുവരെ അമ്മയ്ക്ക് പോലും അറിയത്തില്ല ഞാൻ ഈ സംഭവം നോക്കുക. ഞാൻ പറഞ്ഞു അമ്മ നാളെ നമ്മൾ എറണാകുളത്ത് പോവാണ്, ഇതുപോലെ ഞാനൊരു കോഴ്സ് ഉണ്ട്. പറഞ്ഞു ഓക്കെ ഫൈൻ വാ. അങ്ങനെ ഞാൻ വന്നു. ഫസ്റ്റ് ഞാൻ SLMTയിലോട്ടാണ് വരുന്നത്. അപ്പോൾ SLMT വേറൊരു ലൊക്കേഷനായിരുന്നു. ഇവിടെ വേറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നോ മനസ്സിൽ? വേറെ 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെ രാവിലെ തൊട്ട് വിളിച്ചോണ്ടിരിക്കുക, വരുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ്. എന്തോ പറഞ്ഞതല്ലേ വരും, ഇപ്പോൾ ഇത്രയും ഡിസ്റ്റൻസിൽ നിന്ന് നമ്മൾ വരികയല്ലേ, 4 hours എടുക്കണം നമുക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ. ഓക്കെ ഫൈൻ ഞാൻ വരാം. അപ്പോൾ SLMTയിൽ നിന്ന് തന്നെ വിളിച്ചിട്ട് ഒറ്റ പ്രാവശ്യം വിളിച്ചു, ഇന്ന് വരുന്നുണ്ടോ? ഞാൻ വരുന്നുണ്ട്, ഞാൻ ഓൺ ദ വേ. ഓക്കെ ഫൈൻ, വന്നിട്ട് വഴി അറിയില്ലെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഓക്കെ ദിസ് ഈസ് വാട്ട് ഐ ആം ലുക്കിംഗ് ഫോർ. അപ്പോൾ ബാക്കിയുള്ളവരടുത്ത് പിന്നെയും കോൾ വന്നു. ഒരിടത്ത് വിളിച്ചിട്ട് ഓക്കെ ഫൈൻ ഞാൻ വരാം, ഞാൻ വരുമ്പോൾ വിളിക്കാം, ഡാറ്റനെ വിളിക്കണ്ട. ഞാൻ വന്നു. SLMTയിലോട്ടാണ് ഫസ്റ്റ് വന്നത്. ആദ്യം വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ
മാപ്പ് എങ്ങനെയോ കറക്റ്റ് വന്ന് ഇവിടെ നിന്ന്. ഓക്കെ. വൈറ്റിൽ വന്ന് നിന്നു. അപ്പം ക്ലോസസ്റ്റ് SLMT അല്ലേ. അപ്പോൾ SLMT വന്നു, ശാരദ മാമിനെ കണ്ടു, വർഷ മാമിനോട് സംസാരിച്ചു. അപ്പോൾ വർഷ മാമിനോട് സംസാരിച്ച് വന്നപ്പോഴും പുള്ളിക്കാരിയും പത്തനംതിട്ടക്കാരിയാണ്. അപ്പം നമുക്ക് ഇച്ചിരി കൂടി ഒരു ട്രസ്റ്റ് തോന്നി. ഓക്കെ, നമുക്കറിയാവുന്ന ഒരു നാട്ടിലെ ആണല്ലോ. ഐ വാസ് ലൈക്ക്, ഞാൻ ഓക്കെ ആയിരുന്നു. ക്ലാസ് റൂംസ് കണ്ടു, ബ്രോഷ്യറും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോൾ ഞാൻ നോക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ബേസിക്സ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ഇവിടുന്ന് കിട്ടും. പിന്നെ അതുപോലെ തന്നെ കുറേ ആഡ് ഓൺ കോഴ്സസ് ഉണ്ട്, നല്ല മെൻറ്റേഴ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആംബിയൻസും കാര്യങ്ങളും എല്ലാം കണ്ടപ്പോൾ ഐ വാസ് ഓക്കെ ഫൈൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി, ഞാൻ വേറെ എങ്ങോട്ടും പോയില്ല. ഐ വാസ് ലൈക്ക് ഓക്കെ ഫൈൻ, ഞാൻ ജോയിൻ ചെയ്യുക. ഞാൻ ഇറങ്ങി, എന്നിട്ട് തിരിച്ചു വന്നിട്ട് രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി, പക്ഷെ അപ്പൊ തന്നെ യു കെയിം ബാക്ക് എന്നിട്ട് രജിസ്റ്റർ ചെയ്തു. ഓ ഓക്കെ. വാട്ട് വാസ് യുവർ ഫാദേഴ്സ് റിയാക്ഷൻ? അച്ഛന്റെ പാതയിലൂടെയാണ് മകള് പോകുന്നത് മോളെ പരിപാടിക്ക് വരണ്ട, കാരണം വി ഓൾറെഡി നോ ഇതൊരു മെയിൽ ഡോമിനേറ്റഡ് ഒരു എന്താ പറയുന്ന ഒരു ഫീൽഡാണ്. റൈറ്റ്. അപ്പോൾ പെട്ടെന്ന് അപ്പം എന്ന് പറയുമ്പോൾ എപ്പോഴും വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം അപ്പോഴേക്ക് ഒരു ഇതും ഇല്ലായിരുന്നു ഞാൻ ലോജിസ്റ്റിക്സ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് എടുക്കണമെന്നുള്ള ഒരാഗ്രഹവും ഇല്ലായിരുന്നു. അപ്പോൾ എന്നോട് വന്നപ്പം അപ്പോൾ ഇതുപോലെ ഞാൻ അഡ്മിഷൻ എടുത്തു. എന്നതുപോലാണ്, ദിസ് ഈസ് വാട്ട് ഐ എം ലുക്കിംഗ് ഫോർ. ഹി വാസ് ലൈക്ക്, ഐ യു ഷുവർ? എനിക്ക് ഇതാണ് ഇഷ്ടം. അങ്ങനെ അപ്പോൾ എന്നോട് പറഞ്ഞു, ഇതുപോലൊക്കെയാണ് കാര്യങ്ങൾ. ദിസ് ഈസ് സംതിങ് യു ഹാവ് നെവർ എക്സ്പീരിയൻസ്ഡ്. നീ അങ്ങനെ ഒരു ഫീൽഡിലേക്കാണ് വരുന്നത്. വിമൻ എന്ന് പറയുന്നത് ഇവിടെ ഭയങ്കര കുറവാണ്. അപ്പോഴേക്കും അറിയാവുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ ഫൈൻ, ഐ ആം ഓക്കെ വിത്ത് ഇറ്റ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴും രജിസ്റ്റർ ചെയ്ത എല്ലാം കൂടുതലും ബോയ്സ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് എന്നോട് 2-3 ഗേൾസ് വന്ന് ചോദിച്ചിട്ടുണ്ട്, ചിലപ്പോൾ അവരെ കാണത്തുള്ളൂ. ഓക്കെ, ഞാൻ ഒരു മനുഷ്യനും ഉണ്ടാവത്തില്ലെന്ന് പറഞ്ഞാൽ വന്നത്. ഫൈൻ, ചാലഞ്ചായിരുന്നു എന്നെ. അപ്പം എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൽ ഡോമിനേറ്റഡ് എന്ന് പറയുമ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. വാസ് ലൈക്ക് ഓക്കെ ഫൈൻ. അങ്ങനെ ലോജിസ്റ്റിക്സിന് വന്നു. ഓക്കെ. അപ്പോൾ ഇപ്പോൾ അലിയ തന്നെ പറഞ്ഞു ദിസ് ഇസ് മെയിൽ ഡോമിനേറ്റഡ് ഫീൽഡ്, അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ബട്ട് ദെൻ ഇവിടുന്ന് പാസ് ഔട്ട് ആയി കഴിഞ്ഞിട്ട് അലിയ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തു, ഒരു ഓൾമോസ്റ്റ് 1 ഇയർ എക്സ്പീരിയൻസ്. ഓക്കെ. ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തോന്നിയോ ഇറ്റ് ഈസ് വെരി ഹാർഡ് ഫോർ എ വുമൻ ടു സർവൈവ് ദെയർ? എനിക്ക് അങ്ങനെ തോന്നില്ല. ഇറ്റ്സ് ഹാർഡ് ഫോർ എ വിമൻ ടു സർവൈവ് എന്ന് തോന്നില്ല, ബട്ട് ഇറ്റ്സ് ഹാർഡ് ഫോർ എ പേഴ്സൺ ടു സർവൈവ്. ആ ഒരു ഇപ്പം ലോജിസ്റ്റിക്സ് എന്ന് നമ്മൾ പറയുമ്പം എല്ലാവരും വിചാരിക്കും രാവിലെ പോയിട്ട് വൈകിട്ട് വരാൻ പറ്റുന്ന ഒരു വർക്കാണെന്ന്. ഇറ്റ്സ് നെവർ ലൈക്ക് ദാറ്റ്. അതൊരു റൗണ്ട് ദ ക്ലോക്ക് വർക്ക് നടക്കുന്ന ഒരു ഫീൽഡാണ്. എപ്പോൾ ആര് വിളിച്ചു കഴിഞ്ഞാലും ആൻസറബിൾ ആണ് നമ്മൾ. അപ്പം അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ എടുക്കുന്നത്. അല്ലാതെ രാവിലെ ഒരു 9:30 കയറി കഴിഞ്ഞാൽ വൈകിട്ട് 5:30 അല്ലെങ്കിൽ 6:30 ഇറങ്ങി പോകാം എന്ന് വിചാരിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഈ ഫീൽഡ് പറ്റത്തില്ല. അപ്പം ഞാൻ ലോജിസ്റ്റിക്സിൽ കയറിയപ്പോൾ എൻ്റെ മെയിൻ തോട്ടെന്ന് വെച്ചാൽ ഓക്കെ രാവിലെ വർക്കിന് പോവാം, എന്നിട്ട് വൈകിട്ട് വന്നിട്ട് എനിക്ക് എൻ്റെ കാര്യം ചെയ്യാമല്ലോ, ചില്ല് ചെയ്യാം. അങ്ങനെയാണ് ഞാൻ ഫീൽഡിലോട്ട് കയറുന്നത്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ, ഞാൻ ആദ്യം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിൽ ഞങ്ങൾ 2 ഗേൾസേ ഉള്ളൂ, ബാക്കിയെല്ലാം ബോയ്സ്. ചേട്ടന്മാർ, എന്നെക്കാട്ടിലും മൂത്തയല്ല ചേട്ടന്മാർ. അപ്പം ആക്ച്വലി ഇറ്റ് വാസ് എ വെരി ഗുഡ് എൻവയോൺമെൻറ്റ് ഫോർ മീ ടു സർവൈവ്. ആ ഗ്രോത്ത് ഒന്ന് സെറ്റായി വരാൻ നല്ല എൻവയോൺമെൻ്റ് ആയിരുന്നു. അത്യാവശ്യം നല്ല പ്രഷർ ഉണ്ടായിരുന്നു, നല്ല റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഉള്ളവരാണെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു എൻവയോൺമെൻ്റ് ആണ് എന്തോ ദൈവഭാഗ്യത്തിന് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഒരു ഫസ്റ്റ് വീക്ക് ഞാൻ ചെന്നപ്പോഴേ എൻ്റെ ഹോൾ ഐഡിയ ഓഫ് ലോജിസ്റ്റിക്സ് തീർന്നു. ഞാൻ ഇവിടുന്ന് പഠിച്ചിറങ്ങുമ്പോഴേ എൻ്റെ വിചാരം ഓക്കെ ഇതൊരു ഈസി ജോബാണ്, നമ്മൾ രാവിലെ ചെല്ലുന്നു, എന്തെങ്കിലും വർക്ക് ചെയ്യുന്നു, തിരിച്ചു കയറും. ഒരു 1 വീക്ക് അവിടുത്തെ എന്താ പറയുന്നത് വർക്ക് സ്റ്റൈൽ, ഇപ്പം നമ്മൾ വെളിയിൽ പോയി വർക്ക് കണ്ടു കഴിഞ്ഞാലും അന്നേരം എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് കണ്ട ഒരു 1 അവർ അല്ലെങ്കിൽ 2 അവറിൻ്റെ വർക്ക് ഷെഡ്യൂളായിരിക്കും നമ്മൾ കാണുന്നത്, എന്താണ് അവർ ചെയ്യുന്നത്. ബട്ട് ഒരു കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴാണ് ശരിക്കുമുള്ള എൻവയോൺമെൻറ്റ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞു വരുന്നത്. 1 വീക്ക് ഇവർ ചെയ്യുന്ന 1 വീക്ക് എനിക്ക് വർക്കൊന്നുമില്ല, ഞാൻ ട്രെയിനി ആയിട്ടാണ് ഫസ്റ്റ് കയറുന്നത്. അപ്പോൾ ഇവർ ഇത്രയും വർക്ക് ചെയ്തപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ ഫൈൻ, ഇത് ഇച്ചിരി മെനക്കെട്ടാലേ പറ്റത്തുള്ളൂ, അല്ലാണ്ട് മെനക്കെടാതെ ഈ പരിപാടി നടക്കില്ല.
എനിക്ക് ഇച്ചിരി ചാലഞ്ചായി. ഓക്കെ ഫൈൻ. അങ്ങനെ പിന്നെ 2 weeks 3 weeks ഒക്കെ കഴിയുമ്പോൾ തന്നെ ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. വർക്ക് സ്റ്റാർട്ട് ചെയ്തൊരു ഫസ്റ്റ് 2 week എനിക്ക് പറ്റുന്നില്ലായിരുന്നു കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ. നമ്മളെന്ന് വെച്ചാൽ വളരെ മിനിമൽ നോളേജ്. നമ്മൾ പഠിക്കുന്നതും നമ്മളല്ലാത്ത വർക്ക് ചെയ്യുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പം അതൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എനിക്ക് ഒരുപാട് ടൈം എടുത്തു. സ്ട്രാറ്റജിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. എല്ലാ ജോലിക്കും നമുക്ക് വേണ്ടിയത് സ്ട്രാറ്റജി. അതെങ്ങനെ നേരത്തെ തീർക്കാം, എഫക്റ്റീവ്ലി എങ്ങനെ തീർക്കാം, അതെനിക്ക് ഭയങ്കര പാടായിരുന്നു. പിന്നെ ഗ്രാജുവലി ഒന്ന് സെറ്റായി വന്നു. അപ്പോൾ ഈ ഒരു ഫീൽഡിലോട്ട് ആദ്യം വരുമ്പം ഓൾറെഡി ഇത് മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയാണ്. അവർക്ക് എന്താ പറയുന്നത്, ഒരു വിഷയമില്ല, ടൈമിൻ്റെ പ്രശ്നമില്ല, അല്ലെങ്കിൽ വർക്ക് അത്രയും ചെയ്യുന്നതിന് അവർക്ക് വേറെ റെസ്പോൺസിബിലിറ്റീസ് ആസ് ഓഫ് നൗ സൊസൈറ്റി അവർക്കൊന്നും കൊടുത്തിട്ടില്ല. ബട്ട് നമ്മൾക്ക് അങ്ങനെ അല്ലല്ലോ. വീട്ടിൽ വന്ന് നമ്മൾ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കിയാലേ നമുക്കെല്ലാം കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് ആദ്യം ഇച്ചിരി പാടായിരുന്നു. ബട്ട് ഗ്രാജുവലി ഞാൻ പഠിച്ചു. ചെയ്യാൻ പഠിച്ചു. സോ ഇപ്പം നാളെ ലോജിസ്റ്റിക്സ് എടുക്കണമെന്ന് താല്പര്യമുള്ള ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ വാട്ട് വുഡ് ബി യുവർ വൺ പീസ് ഓഫ് അഡ്വൈസ് ടു ഹർ? വൺ പീസ് ഓഫ് അഡ്വൈസ് എന്ന് പറയുന്നത്, കീപ് എവറിത്തിങ് എസൈഡ്. ഒരു 6 months എങ്കിലും ഫോക്കസ് ഓൺ വാട്ട് യു ആർ ഡൂയിങ്. അത് കഴിഞ്ഞിട്ട് ഗ്രാജുവലി ഇതെടുത്ത് അകത്തോട്ട് വയ്ക്കുക. അല്ലാതെ എല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ ചെയ്യാൻ പറ്റും എന്ന് ആദ്യമേ പറഞ്ഞ് ഈ ഫീൽഡിലോട്ട് ഇറങ്ങരുത്. ഗ്രാജുവലി ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക. ആദ്യം വർക്കിനെ ഫോക്കസ് ചെയ്യുക, ദെൻ എവറിത്തിങ് എൽസ്. അതാണ് എൻ്റെ വൺ പീസ് ഓഫ് അഡ്വൈസ്. അതായത് ഫസ്റ്റ് 6 months യു വിൽ ഹാവ് ടു ഫോക്കസ് ഓൺലി ഓൺ വർക്ക്. അപ്പം വാട്ട് ഡു യു മീൻ ബൈ മറ്റേ ബാക്കി കാര്യങ്ങളെന്ന് പറഞ്ഞാൽ? ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ്, ചില്ല് ചെയ്യാനുള്ള ടൈം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അത് നോട്ട് ഓൺലി ടു എ ഗേൾ, ബോയ് ആണെങ്കിലും ഞാൻ ഈ സെയിം കാര്യമേ പറയത്തുള്ളൂ. ബാക്കി നമ്മുടെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് 6 months എങ്കിലും മിനിമം വർക്ക് പഠിച്ച് വർക്കിനെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുക. കാരണം ഐ നോ വാട്ട് ഇറ്റ് ഫീൽസ് ലൈക്ക്. ഞാൻ ഇതെല്ലാം കൂടെ കൊണ്ടുപോകാൻ നോക്കിയ ആളാണ്. ആൻഡ് ഇറ്റ് നെവർ വർക്ക് ഫോർ മീ. ഞാൻ ഒരാളോട് ഇപ്പോഴാണെങ്കിൽ എന്നോട് വന്നിട്ട് ചേച്ചി ലോജിസ്റ്റിക്സ് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഈ ലോജിസ്റ്റിക്സ് എങ്ങനെയുണ്ട്, ഞാൻ കയറട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും 6 months. ഇഫ് യു ഹാവ് 6 months ടു സ്പെയർ ദെൻ ഗോ. ഇല്ല ഇതെല്ലാം കൂടെ നിനക്ക് വേണമെന്നാണെന്നുണ്ടെങ്കിൽ ടേക്ക് യുവർ ടൈം, മൂവ് സ്ലോ. മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, വാട്ട് ഈസ് ദി വൺ തിങ്? ഓക്കെ, അതായത് ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ആയിരിക്കും എന്ന ആൾക്കാർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാം, ഒന്ന് പറയാമോ? ഭയങ്കര ഈസി വർക്ക് ആണെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. മിക്ക ആൾക്കാരും ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അവർ വിചാരിച്ചേക്കുന്നത് ലോജിസ്റ്റിക്സിന് ഇപ്പോൾ എന്താ ഡെലിവറി അല്ലേ ചെയ്യുന്നത്, അതിനിപ്പോൾ ഡിഗ്രി വേണോ, ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുമല്ലോ. പക്ഷെ അതിനപ്പുറം ഒരു അണ്ടർസ്റ്റാൻഡിങ് പലർക്കും ഇല്ല. സോ അഗൈൻ മൈ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി വൺ തിങ് ദാറ്റ് പീപ്പിൾ ഓഫൻ മിസ്അണ്ടർസ്റ്റാൻഡ്സ്? ഒന്ന് ഞാൻ പറഞ്ഞു, ഒന്നിപ്പം മീകം തന്നെ പറഞ്ഞല്ലോ, ഞാൻ ലോജിസ്റ്റിക്സിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഡെലിവറിയും കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. അത് നമ്മളൊരു സാധനം തരുന്നു, നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് ഡെലിവറി ചെയ്യും. അവരൊരിക്കലും ഇത്രയും വലിയൊരു പ്രോസസ്സ് ഇതിൻ്റെ അകത്ത് നടക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ ഇതിന് ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്, ഇതിന് കുറേ റൂൾസ് ഉണ്ട്, ഇതെല്ലാം നമ്മൾ ഫോളോ ചെയ്യണം, ഇതിന് ഇത്രയും. ആൻഡ് ഓൾസോ ഇതിന് ഇത്രയും പൈസയാവും എന്ന് പറയുമ്പോൾ പോലും ചിലർ വിചാരിക്കും ഇവർ ഓവർ പ്രൈസ്ഡ് ആണല്ലോ, നമ്മൾ ഭയങ്കര ചുമ്മാ നമ്മുടെ പ്രോഫിറ്റും കൂടി ഇട്ടങ്ങ് വിടുവാണെന്നുള്ളൊരു ഇതുകൊണ്ട് ഇൻ ബിസിനസ്. അപ്പം അല്ലാതെ ഞാനിപ്പോൾ ഒരാളോട് പോയി ഞാൻ ലോജിസ്റ്റിക്സ് വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്നോണ്ടിരിക്കുക, അതൊക്കെ ഇങ്ങനെ പറയുമ്പം എന്നോട് ഉള്ള റിയാക്ഷൻ ഈസി ജോബാണല്ലോ. അപ്പോൾ ലോജിസ്റ്റിക്സ് ഈസ് നെവർ ആൻ ഈസി ജോബ്. നമ്മൾ ചെന്ന് കാണുന്ന പോലെ, ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞ പോലെ ഈസി വർക്ക് അല്ല. നമ്മൾ 24 hours ആരെ നമ്മളെ വിളിച്ച് കഴിഞ്ഞാലും നമ്മൾ റെസ്പോൺസിബിൾ ആണ്. കാരണം നമ്മളെ വിശ്വസിച്ചാണ് ഒരു ക്ലയൻറ്റ് നമ്മുടെ കയ്യിൽ ഒരു കാർഗോ തരുന്നത്, അല്ലെങ്കിൽ ഒരു ഷിപ്മെൻറ്റ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മുടെ ക്ലയൻറ്റ് അത്രയും വിശ്വസിച്ചായിരിക്കും ഒരു സാധനം നമുക്ക് തരുന്നത്. അത് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് അപ്പുറത്ത് എത്തുന്നവരെ ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി. അവർ അറിയുന്ന പോലും ഉണ്ടാവില്ല, അവർക്ക് ഡൗട്ട്സ് കാണും. ഈവൻ നമ്മുടെ കൊളീഗ്സിന് വരെ ഡൗട്ട്സ് ഉണ്ടാവും, ഈ കാർഗോ എന്താണ്, എവിടാണ്, എന്ത് ചെയ്യാണ്. ചിലപ്പോൾ മിസ് ചെയ്ത് പോകുന്നവരെ ചില സിറ്റുവേഷൻസ് വരും, കാർഗോ മിസ്സായി പോകുന്നു. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ആൻസറബിളാണ്. സോ ഇറ്റ്സ് നെവർ ആൻ ഈസി ജോബ്. ഓക്കെ, അത്രയും റെസ്പോൺസിബിൾ ആയിട്ട് വേണം. SLMTയിൽ പഠിച്ചു. വാട്ട് ഈസ് ദി വൺ തിങ് ഇവിടുന്ന് പഠിച്ചിട്ട് യു സ്റ്റിൽ അപ്ലൈ ഇൻ യുവർ കരിയർ ടുഡേ?
What's the one thing that I still applies? ഇറ്റ് മേ ബി എന്താ ഒരു ഫാക്കൽറ്റിയുടെ വൺ പീസ് ഓഫ് അഡ്വൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇറ്റ് മേ ബി സംതിങ് യു പിക്ഡ് അപ്പ് ഫ്രം ദ ഇൻസ്റ്റിറ്റ്യൂട്ട്. എനിക്ക് വൺ തിങ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. SLMT ഞാൻ ചൂസ് ചെയ്ത് ഇറ്റ്സ് നോട്ട് ഓൺലി ബിക്കോസ് ഓഫ് ദ ആംബിയൻസ് ആൻഡ് ദ കരിക്കുലം ദേ ആർ ഫോളോയിങ്. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ പീപ്പിൾ ഹു ആർ ടീച്ചിങ് എസ്. ഇവിടെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റി നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലായിടത്തും കാണുന്ന ഒരു ഫാക്കൽറ്റിയുടെ കൂടെ അല്ല. മിക്കവരും ഇൻഡസ്ട്രിയിൽ തന്നെ വർക്ക് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1.5 years വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം ഇൻഡസ്ട്രിയിൽ ഒരാൾ പറഞ്ഞു തരുന്നതും ഇപ്പം നമ്മളൊരു ഡിഗ്രി കഴിഞ്ഞിട്ട് പോയി നമ്മൾ ഒരാളെ പഠിപ്പിക്കുന്നതും ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ട് വന്നിട്ട് പറഞ്ഞു തരുന്നതും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഇൻഡസ്ട്രിയിൽ പഠിപ്പിക്കുന്ന ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ട് പഠിപ്പിക്കുന്ന ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഹാവ് ആൻ എക്സ്പീരിയൻസ് അബൌട്ട് വാട്ട് ദേ ആർ ടോക്കിംഗ് അബൌട്ട്. ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിഗ്രി എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ അതിന് വേറൊരു ഇതാണ്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പം എനിക്ക് ഇവിടുന്ന് ഏറ്റവും കൂടുതൽ കിട്ടിയ കുറേ അഡ്വൈസസ് കിട്ടി. എല്ലാ ക്ലാസ് കഴിഞ്ഞിട്ടും ഫാക്കൽറ്റീസ് എല്ലാം വന്നിട്ട് ഇങ്ങനെയൊക്കെയാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ചെയ്തു തരേണ്ടത് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓൺ അവർ ബ്രെയിൻ. അത് പിന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ട കാര്യങ്ങളേ ഉള്ളൂ. അപ്പം വൺ പീസ് ഓഫ് അഡ്വൈസ് എന്ന് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. സോ ദർ ഈസ് നെവർ വൺ പീസ് ഓഫ് അഡ്വൈസ്. ഇവിടുന്ന് കിട്ടുന്നതെല്ലാം നമുക്ക് ലൈഫ് ലോങ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ഇവിടുന്ന് പറഞ്ഞിരുന്നു. എക്സ്ട്രാ ആവശ്യമില്ലാതെ ഒരു കാര്യവും പറഞ്ഞിരുന്നില്ല. ഈവൻ നമ്മൾ ഫാക്കൽറ്റിയുമായിട്ട് ചില്ല് ചെയ്ത് സംസാരിക്കുന്ന ഒരു സമയത്താണെങ്കിൽ പോലും അവരവരുടെ എക്സ്പീരിയൻസാണ് പറയുന്നത്. നമ്മൾ വേറെ എന്തെങ്കിലും ടോക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇന്നടുത്ത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു വരുന്നത്. സോ ഇറ്റ്സ് നെവർ ഒരു ഇൻഫിനിറ്റി സർക്കിളാണിത്. കുറേ അഡ്വൈസസ് ഉണ്ട്. ഓക്കെ, സോ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത സമയത്തുണ്ടല്ലോ, അലിയ ഇവിടെ വന്ന് ലോജിസ്റ്റിക്സിന് ജോയിൻ ചെയ്തു. അപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നിരിക്കുമല്ലോ, ഇത് തന്നെയാണോ വാട്ട് ഈസ് മെൻ ടു ബി എൻ്റെ ലൈഫിൽ, ഇതാണോ ഞാൻ കരിയറായിട്ട്. പക്ഷേ ദർ മേ ഹാവ് ബീൻ വൺ പോയിന്റ് അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റ് ദാറ്റ് യുനോ അപ്പോഴായിരിക്കാം അലിയ റിയലൈസ് ചെയ്തത്, ഓക്കെ ദിസ് ഈസ് മൈ റൈറ്റ് പാത്ത്, ഐ എം ഗോയിങ് ഇൻ ദ റൈറ്റ് പാത്ത് എന്ന് തോന്നിയ ഒരു ഇൻസിഡന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇവിടുന്ന് അത് ഇവിടെ പഠിച്ചപ്പോൾ തന്നെയാണ്. എനിക്ക് വർക്കിന് പോകുമ്പോഴല്ല, അതിന് മുമ്പേ ഐ ഹാഡ് ദാറ്റ് ഫീലിംഗ്. ഇവിടെ ഞാൻ വന്ന് കയറുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ഐ വാസ് കൺഫ്യൂസ്ഡ്. എനിക്ക് അറിയത്തില്ലായിരുന്നു എന്താണ് ചെയ്യേണ്ടത്, എന്താണ് സംഭവം, എന്താണ് ഫീൽഡ്. ഷിപ്പിംഗ് ആണെന്ന് മാത്രമുള്ളൊരു ഐ ഓൺലി നോ. എൻ്റെ വിചാരം എല്ലാം ഷിപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടെയ്നേഴ്സ് ഫോക്കസ് ചെയ്തിട്ടുള്ള സംഭവം, അല്ലാതെ അതിൻ്റെ അകത്ത് ഇതുപോലെ കാർഗോസ് നമ്മൾ ഫിൽ ചെയ്യുന്നു ഇതൊന്നും എനിക്കറിയത്തില്ല. ഓൾറെഡി ഐ വാസ് കൺഫ്യൂസ്ഡ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു ശാലിനി മാം ആയിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ക്ലാസ്. ഐ തിങ്ക് സോ. മാം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ ക്ലാസ്സിൽ എന്താണ് ലോജിസ്റ്റിക്സ്, what we are looking for, what are you gonna do. അപ്പോൾ നമ്മുടെ ഫാക്കൽറ്റീസിൻ്റെ ഒക്കെ ഫസ്റ്റ് ക്ലാസ് ഉണ്ടല്ലോ, ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഐ വാസ് ഒരു 20% ഐ വാസ് ഓക്കെ ഫൈൻ, ദിസ് ഈസ് വാട്ട് ഐ എം ലുക്കിങ്. പിന്നെ നെക്സ്റ്റ് വന്നപ്പോൾ ഇങ്ങനെ കൂടി ഒരു ഫസ്റ്റ് സെഷൻ ക്ലാസ്സസ് കഴിഞ്ഞപ്പോൾ തന്നെ ഐ വാസ് ഓക്കെ ഷുവർ ദിസ് ഈസ് മൈ പാത്ത്, ഇവിടെ ഞാൻ പോകുന്നുള്ളൂ, ഇനി അങ്ങോട്ട് ഇങ്ങനെ ആയിരിക്കും എന്ന് തോന്നി അന്നേരം. ഓക്കെ, വാട്ട് ഈസ് ദി വൺ ക്വാളിറ്റി, അതായത് ഈ ലോജിസ്റ്റിക്സ് ഫീൽഡിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ, മേ ബി ഇപ്പോൾ ഇവിടെയുള്ള കറണ്ട് സ്റ്റുഡൻസ് ടേക്ക് ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ ഇനി പെർസ്യൂ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള കുട്ടികൾ, വാട്ട് ഈസ് ദി വൺ ക്വാളിറ്റി ഈ ഒരു ഫീൽഡിൽ സർവൈവ് ചെയ്യാൻ വേണ്ടത്? ഈ ഒരു ഫീൽഡ് സർവൈവ് ചെയ്യാനുള്ള വൺ മോസ്റ്റ് ഇതായിട്ടുള്ള ക്വാളിറ്റി ഹാർഡ് വർക്കിംഗ് അറിയണം. അറ്റ്ലീസ്റ്റ് സ്മാർട്ട് വർക്ക് ചെയ്യാൻ അറിയണം. അതാണ് ഹാർഡ് വർക്ക് ചെയ്ത് നമ്മുടെ കമ്പനി അല്ലെങ്കിൽ നമ്മുടെ വർക്ക് എന്താണ്, നമ്മുടെ വർക്ക് മാത്രമല്ല നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ വർക്ക് എന്താണെന്നും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഈസി ഫോർ എസ് ടു സർവൈവ് ഇൻ ലോജിസ്റ്റിക് ഫീൽഡ്. അതിപ്പോൾ നമ്മുടെ കമ്പനിയിൽ ചിലപ്പോൾ ഒരു 2 years കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു കമ്പനിയിലോട്ട് പോകും. അപ്പോൾ ആ കമ്പനി ചെല്ലുമ്പം നമ്മളൊന്നും അറിയാതാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ വി വിൽ ബി കൺഫ്യൂസ്ഡ്. നമുക്ക് അവിടെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല ആൻഡ് വി വിൽ ഗെറ്റ് ബോർഡ് മാത്രമല്ല, ഇങ്ങനെ നമ്മൾ ഒരു 2 years എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് വേറൊരു കമ്പനിയിലോട്ട് പോകുമ്പോൾ they will be expecting that നമ്മൾ ഇങ്ങനെ ഓൾറെഡി ഒരു എൻവയോൺമെന്റിൽ സർവൈവ് ചെയ്ത ആളാണ്. സോ
അവർക്ക് വലിയ ഇതൊന്നും ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എവിടെയാണോ നന്നായിട്ട് കാര്യങ്ങൾ പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക, ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് നാൾ അങ്ങനെ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, 6 months നമ്മൾ വർക്ക് എന്ന് പറഞ്ഞ 6 months നമ്മൾ പോയി കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ദ കരിയർ നമുക്കത് നല്ലത് മാത്രമേ ചെയ്യത്തുള്ളൂ. കാരണം ഈ 6 months മതി നമ്മളൊന്ന് മോൾഡ് ചെയ്യാൻ. പിന്നെ ഗ്രാജുവലി നമ്മൾ ഇത് ചെയ്തു പോകും. ഓക്കെ. സോ ഡു യു തിങ്ക് ആദ്യം എക്സ്പീരിയൻസിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ സാലറി വിൽ ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ്? യെസ്, അങ്ങനെയാണ്. ഓക്കെ. നമ്മൾ ഇപ്പം കേരളത്തിൽ ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കയറുമ്പം ആരും ഒരുപാട് സാലറി കിട്ടുമെന്ന് പറഞ്ഞ് കയറിയിട്ട് കാര്യമില്ല. കാരണം വി വിൽ നെവർ ഗെറ്റ് ദാറ്റ്. കാരണം നമ്മളെക്കാട്ടിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും അൺഎംപ്ലോയിഡ് ആയിട്ട് ഇവിടെ തന്നെ ഉണ്ട്. നമ്മുടെ കമ്പനിക്ക് ഇതിൻ്റെ നമ്മൾ ചോദിക്കുന്ന പകുതി കാശ് കൊടുത്താൽ മതി എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഒരാളെ കിട്ടാൻ. അപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഇവിടുന്ന് പഠിച്ചിറങ്ങിയ ഒരു കുട്ടി ആദ്യം എക്സ്പെക്ട് ചെയ്യുക ഐ വിൽ ഗെറ്റ് 50,000 rupees ഫസ്റ്റ് ഇൻ മൈ ഫസ്റ്റ് സാലറി. ചിലർക്ക് കിട്ടും ഇഫ് യു ആർ ഗോയിങ് ഫോർ എ മൾട്ടിനാഷണൽ കമ്പനി അല്ലെങ്കിൽ നല്ലൊരു കമ്പനിയിൽ കയറുവാണെങ്കിൽ ഓഫ് കോഴ്സ് ഒരു 50,000 rupees ഒക്കെ സുഖമായിട്ട് കിട്ടും ഇഫ് ദർ ഇസ് ലക്ക്. അല്ലാതെ ഒരു എന്താ പറയുന്നത് ഒരു നോർമൽ കമ്പനി അല്ലെങ്കിൽ ഇവിടെയുള്ള കമ്പനീസ് എല്ലാം മിക്കപ്പോഴും ബാക്ക് ഓഫീസസ് ആണ് ഇവിടെ മെയിൻലി ഉള്ളത്. കയറി കഴിഞ്ഞാൽ നമ്മൾ അത്രയും ഒന്നും വിചാരിക്കേണ്ട, കിട്ടുന്ന ഒരു 15,000 to 20,000 rupees ഇടയ്ക്കായിരിക്കും നമ്മൾ ഫസ്റ്റ് സാലറി. ആൻഡ് ഗ്രാജുവലി ഇപ്പോൾ എക്സ്പീരിയൻസ് കൂടുതലുണ്ട്, എക്സ്പീരിയൻസിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് നോളജ് ഉണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ. ഇപ്പോൾ 6 months നീ വർക്ക് ചെയ്തുള്ളൂ, 6 months എക്സ്പീരിയൻസേ നിനക്കുള്ളൂ. പക്ഷെ ഒരാൾ നിന്നോടൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് ടിപ്പ് ടോപ്പായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ടിപ്പ് ടോപ്പായിട്ട് നിനക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ്സ് വാട്ട് ഇസ് നീഡഡ് ഇൻ ദിസ് ഇൻഡസ്ട്രി. അപ്പം നെവർ ലുക്ക് ഓൺ സാലറി. ചിലപ്പോൾ ഈ സാലറി പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഹൈക്ക് കിട്ടാനാണെങ്കിൽ ഒരുപാട് താമസം എടുക്കും. അപ്പോൾ ലോവർ ആയിട്ടുള്ള സാലറി ആയിരിക്കും നമ്മൾ ആദ്യം കയറുന്നത്. ഗ്രാജുവലി നമ്മുടെ എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്യുക. ഡോണ്ട് ഗോ ഫോർ ലുക്കിംഗ് ഫോർ സാലറി. സാലറി ആദ്യം ഞാനും അങ്ങനെ വിചാരിച്ചു, സാലറി ഒരുപാട് വേണം എന്ന് വിചാരിച്ച് പോയാളാണ്. നമുക്ക് ആ സാലറി കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് സംഭവം അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്കാണെങ്കിലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യത്തില്ല. ഞാൻ ഇത്രയും വർക്ക് ചെയ്തില്ലല്ലോ. കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാനിങ്ങനെ വർക്ക് ചെയ്യുന്നില്ലല്ലോ, പിന്നെന്തിനാ എനിക്ക് ഇത്രയും സാലറി, ആ ഒരു തോട്ട് വേണമെങ്കിലും ചിലർക്ക് വരാം. സോ നെവർ ഗോ ഫോർ ലുക്കിംഗ് സാലറി. സോ യു ആർ സെയിങ് ആദ്യം എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്യുക, സാലറി തനിയേ വരും. ഓക്കെ. 1 year വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഇസ് ദർ എനി സച്ച് മൊമെൻറ്റ് വെ യു ഫെൽറ്റ് പ്രൗഡ് ദാറ്റ് ഞാൻ ലോജിസ്റ്റീഷ്യൻ ആയതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? അങ്ങനെ ഒരു പ്രൗഡ് മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? പ്രൗഡ് മൊമെന്റ് എനിക്ക് എല്ലാ ദിവസവും ഭയങ്കര പ്രൗഡായിരുന്നു എന്നെക്കുറിച്ച്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ട് വരുന്ന ആളാണ്. അപ്പോൾ ഞാൻ വരുമ്പോൾ ഐ ഡോണ്ട് നോ എനിത്തിങ്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്ത് തീർക്കുമ്പോൾ ഐ ഫീൽ ഓക്കെ, നമ്മൾ കറക്റ്റായിട്ട് ഇപ്പം രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരു ഇഷ്യൂ ഇല്ലാതെ നമ്മൾ കാര്യങ്ങൾ സോൾവ് ചെയ്ത് പോകാൻ പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഓരോ ദിവസം വി ഫീൽ ഐ ഡിഡ് ഇറ്റ്, ഐ എം ഡൂയിങ് ഇറ്റ് റൈറ്റ്. പിന്നെ എനിക്ക് പ്രൗഡായിട്ടൊരു തോന്നിയത് നമ്മുടെ ഇപ്പോൾ പുതിയതായിട്ട് ട്രിവാൻഡ്രത്ത് തുടങ്ങിയ പോർട്ട്. ഓക്കെ, ആ പോർട്ട് തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ വിഴിഞ്ഞം പോർട്ട് തുടങ്ങിയപ്പോൾ ഐ വാസ് ലൈക്ക്, ഞാൻ ലോജിസ്റ്റീഷ്യൻ ആണല്ലോ, ഇത്രയും നാളെ എല്ലാവർക്കും ഭയങ്കര പുച്ഛമായിരുന്നല്ലോ. അപ്പോൾ അവരെന്തെങ്കിലും പറയുമ്പോൾ വി ഓൾറെഡി ഹാവ് അനദർ പോർട്ട് ഹിയർ, ആ ഒരു ഫീൽഡ് നമുക്കിങ്ങനെ പറയാൻ പറ്റും. ഓക്കെ. സോ ഇവിടെ പഠിക്കുന്ന സമയത്തും ഇപ്പോൾ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് വുഡ് ബി ടോട്ടലി ഡിഫറെൻറ്റ്. ഓക്കെ, യോർ പെർസ്പെക്റ്റീവ് അബൌട്ട് ഇവിടെ ക്ലാസ് റൂമിൽ പഠിച്ച ലോജിസ്റ്റിക്സും പുറത്ത് ആക്ച്വലി ഉള്ള ലോജിസ്റ്റിക്സും, വാട്ട് ഈസ് ദ ഡിഫറൻസ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം SLMTയിൽ നമ്മൾ പഠിക്കുക, ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന വാട്ട് ഈസ് ലോജിസ്റ്റിക്സ്, അത് കഴിഞ്ഞിട്ട് പ്രൊക്യൂർമെൻറ്റ് എന്നാണ്. ഇങ്ങനെ ഓരോന്നും ആയിരിക്കും പഠിച്ചു പോകുന്നത്. ആൻഡ് ലാസ്റ്റ് സെമ്മൊക്കെ ആയിരിക്കും, തേർഡ് സെമ്മൊക്കെ ആയിരിക്കും നമ്മൾ എന്താണ് ഷിപ്പിംഗ്, അങ്ങനെ ഇച്ചിരി കൂടെ ഹയർ ഇതിൽ പോകുന്നത് തേർഡ് സെമ്മൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ഞാനിവിടെ പഠിച്ചു വന്നപ്പം ബേസിക്കലി ആദ്യമൊക്കെ കുറച്ചാൾ ഓക്കെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പം എനിക്ക് ആ ഫ്ലോയിങ് പോയി, പിന്നെ ഒന്ന് പഠിച്ചു വന്നു, പിന്നെ ഫ്ലോ പോയി, ഇങ്ങനെ പഠിച്ചു വരുന്നത്. അപ്പോൾ ഇവിടെ പഠിക്കുമ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കും. ഇപ്പോൾ എന്താ പറയുന്നത്, ഒരു കാർഗോ ഉണ്ടാവുന്നത് മുതൽ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് തൊട്ട് ഇത് വേറൊരു അടുത്ത് ചെല്ലുന്ന
ചെല്ലുന്ന പ്രോസസ്സ് വരെ നമ്മളിവിടെ പഠിക്കും. അപ്പോൾ നമുക്കെല്ലാം അറിയാം. പക്ഷെ നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റ കാര്യം, നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞാൽ മതി. അത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനാണ് പഠിക്കേണ്ടത്. ഇവിടെ നമ്മൾ കുറേ തിയറിറ്റിക്കലി കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇതെല്ലാം തിയറി നമുക്കറിയാം. പക്ഷേ നമ്മളൊരു കമ്പനി ചെന്നൊരു വർക്ക് കാണുമ്പോൾ നമുക്ക് ശരിക്കും കൺഫ്യൂസ്ഡ് ആവും. നമ്മൾ അയ്യോ ഇത് ഞാൻ എവിടെ കണ്ടതാണ്, എനിക്കറിയില്ല ഈ സംഭവം, ഞാൻ പേരൊക്കെ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്, സംഭവം എനിക്കറിയില്ല. ആ ഒരു ഫീല് വരും. നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ നോളജ് എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. സെയിൽസിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ആക്ച്വലി നമ്മൾ പ്ലേസ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു റീസെൻറ്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമല്ലോ, ഹൗസ് ദി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ ഇൻഡസ്ട്രി റൈറ്റ് നൗ എന്ന് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 65% ഓഫ് ദി വേക്കൻസീസ് സെയിൽസിലാണ്. ദ റെസ്റ്റ് ഓഫ് ഇറ്റ് ഇസ് ഇൻ ഡോക്യുമെൻറ്റേഷൻ, ഓപ്പറേഷൻസ് അങ്ങനെയുള്ള ഭാഗത്തും. പക്ഷേ വേറൊരു മേജർ ചലഞ്ച് വരുന്നതെന്ന് പറഞ്ഞാൽ സെയിൽസ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും പേടിയാണ്. നമ്മളൊരു സാധനം സെയിൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടയറിങ് ജോബാണ്, നമുക്ക് ആ കഴിവില്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ സെയിൽസിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാൾ എന്ന നിലയിൽ ഹൗ മച്ച് വുഡ് യു പ്രിഫർ സെയിൽസ്? വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ്? ആക്ച്വലി ഇത് ചോദിക്കാൻ പറ്റിയ ആളാണ് ഞാൻ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് സെയിൽസ് ഇഷ്ടമില്ലായിരുന്നു. ഐ വാസ് സ്ട്രിക്ട്ലി അഗൈൻസ്റ്റ് സെയിൽസ്. എനിക്ക് വൺ മോർ ക്വസ്റ്റ്യൻ. ഇവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ വാട്ട് വാസ് യുവർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്? ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് വെൻ യു സ്റ്റാർട്ടഡ് ആക്ച്വലി വർക്കിംഗ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ്, എങ്ങനെയാണ് ആ ഒരു പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ് വന്നത്? അതാ ഞാൻ പറഞ്ഞത്, ഇത് ചോദിക്കാൻ ബെസ്റ്റ് ആളാണ് ഞാൻ. കാരണം ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളോട് ചോദിക്കും ഏത് ഫീൽഡിലോട്ടാണ്. ഇപ്പം നമ്മുടെ സോണിയ മാം ഇപ്പോൾ ചോദിക്കും ഏത് ഫീൽഡിലോട്ടാണ് നോക്കുന്നത്, ഐ യു ലുക്കിംഗ് ഫോർ സെയിൽസ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ആണോ? അതനുസരിച്ച് നമ്മുടെ ബാക്കി ഇൻ്റർവ്യൂസൊക്കെ ലിസ്റ്റ് ചെയ്ത് തരാനായിട്ട് പുള്ളിക്ക് ചോദിക്കും. ഞാൻ എല്ലാം ടിക്ക് ചെയ്യും. ലാസ്റ്റ് സെയിൽസ് മാത്രം മാം എന്തോ ആയിക്കോ സെയിൽസ് ചോദിച്ചു, ബാക്കി എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തോളാം. ഇതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഒരു 1 year ഞാൻ എൻ്റെ വർക്ക് ചെയ്തപ്പോഴും സെയിൽസ് എന്ന് പറഞ്ഞ സംഭവം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. കാരണം എൻ്റെ വിചാരം എനിക്ക് പറ്റത്തില്ല, എനിക്ക് സെയിൽസ് കൊണ്ടുവരാനും പറ്റത്തില്ല, എനിക്ക് ആൾക്കാരോട് സംസാരിക്കാൻ അറിയത്തില്ല, അല്ലെങ്കിൽ എന്താണ് കമ്പനി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയത്തില്ല, പുതിയതായിട്ട് ഒരാളോട് പോകുമ്പോൾ എങ്ങനെ നമ്മൾ തുടങ്ങണമെന്ന് എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. ഓൾറെഡി എനിക്ക് പുതിയതായിട്ട് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ജെല്ലാവാൻ ഇച്ചിരി ടൈം എടുക്കും. ഓക്കെ. അപ്പോൾ എൻ്റെ വിചാരം സെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എൻ്റെ ഫാദറിനോട് ഞാനിങ്ങനെ പറഞ്ഞപ്പോഴും അപ്പോൾ എപ്പോഴും എന്നോട് പറയുമായിരുന്നു, നിനക്ക് കിട്ടാവുന്നതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും സെയിൽസ്. അപ്പോഴൊക്കെ ഞാൻ അഗൈൻസ്റ്റ്, എനിക്ക് പറ്റത്തില്ല സെയിൽസ്, ഞാൻ ചെയ്യില്ല. എന്നോട് പറഞ്ഞു നീ ചെയ്ത് നോക്കിയാലേ നമുക്ക് അറിയത്തുള്ളൂ. ആൻഡ് ഹി വാസ് റൈറ്റ്. ചെയ്ത് നോക്കിയപ്പം അടിപൊളിയായിട്ട് നമുക്ക് ഈ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാലും ബാക്കിയുള്ള കാര്യങ്ങൾ ഡോക്യുമെൻറ്റേഷൻ ആണെങ്കിലും ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ 24 hours നമ്മൾ ഇങ്ങനെ നോക്കി ഇത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ചില സമയം ഉറക്കം പോകുന്ന കാര്യമാണ്. ബട്ട് സെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇച്ചിരി സുഖമുള്ള പരിപാടിയാണ്. നമ്മൾ എന്താ പറയുന്നത് ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് എൻഡ് ചെയ്യുന്നവരെ നമുക്കൊരു 9 to 5 ജോബായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് സെയിൽസ്. കാരണം നമ്മുടെ ക്ലയൻറ്റ് ഉള്ളപ്പോഴല്ലേ നമുക്ക് സംസാരിക്കാൻ പറ്റും. നൈറ്റ് ആകുമ്പം ക്ലയൻറ്റ് ഉണ്ടാവില്ലല്ലോ. കാരണം അതെല്ലാം പിന്നെ രാവിലെ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യട്ടെ. ആകെ കൂടി നമുക്കൊരു ഇച്ചിരി പാടം തോന്നുന്ന ടാർഗറ്റ് ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ഇത്രയും സെയിൽസ് കൊണ്ടുവരണമെന്ന് ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിരിക്കും ആദ്യമൊക്കെ ഇച്ചിരി പ്രശ്നം. ബട്ട് ഒരു 9 to 5 ജോബാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ സെയിൽസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ലോജിസ്റ്റിക്സിൽ അത്യാവശ്യം ഒരു ഇച്ചിരി ഈസി ആയിട്ട് ഉള്ളതിൽ അത്യാവശ്യം ഈസി ആയിട്ടുള്ള പരിപാടിയാണ് സെയിൽസ്. പക്ഷേ സെയിൽസിന് അതിൻ്റേതായ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. സംസാരിക്കണം. നമ്മൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ ഒരു 5 minute അല്ലെങ്കിൽ 10 minute നിനക്ക് സംസാരിക്കാൻ പറ്റുമോ, സെയിൽസ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ഇല്ല, അത്രയും പോലും ഒരു മനുഷ്യനോട് വാട്ട്സ് യുവർ നെയിം, വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ എന്ന് പോലും ചോദിക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ ഡോണ്ട് ഗോ ഫോർ സെയിൽസ്. ബട്ട് നിങ്ങളൊരു ആംബിവേർട്ടാണ്, ചില സമയത്ത് എക്സ്ട്രോവേർട്ടാണ്, ചില സമയത്ത് ഇൻട്രോവേർട്ട്, അത് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന പറയുക. കാരണം ഞാൻ ഓൾറെഡി എനിക്കൊന്ന് 4 months ഞാൻ ടെലി സെയിൽസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ കമ്പനിയിൽ നിന്ന് ഇറങ്ങി. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു ഇത് എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല. പിന്നെയും ടെലി സെയിൽസ് ഇച്ചിരി കൂടെ പാടാണ് നമുക്ക് ചെയ്യാൻ. ഫേസ് ടു ഫേസ് അല്ലല്ലോ, നമ്മൾ കോൾ ചെയ്തിട്ട് അപ്പോയിൻമെൻറ്റോ വാങ്ങിച്ചു നമ്മൾ ചെയ്യുന്നത്.
അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ എനിക്ക് ഇത്രയും ടാർഗറ്റ് തന്നിട്ടുണ്ട്, ഇത്രയും കോൾസ് ചെയ്യണം, ഇത്രയും കോൾസ് ചെയ്തിട്ട് നമ്മൾ മാക്സിമം എൻക്വയറീസ് കൊണ്ടുവരണം. അതാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ 1 month എന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഞാൻ പിന്നെ ഒരു ഇത് കിട്ടി. അപ്പം പപ്പ പറഞ്ഞു, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഇപ്പം നിനക്കൊന്നും പോകാനില്ല, നീ കരിയർ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, ഗോ ഫോർ ഇറ്റ്. അപ്പം ഞാൻ പോയി സ്റ്റാർട്ട് ചെയ്തു. ആദ്യമൊക്കെ വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കത്തില്ല. അപ്പോൾ നമ്മൾ ശരിക്കും ശരിക്കും ബോറടിക്കും. ബട്ട് ഗ്രാജുവലി ഫോൺ എടുക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് സംസാരിക്കാൻ പാടായിരുന്നു. എന്തോ ഇവരോട് പറയണ്ടേ. അപ്പോൾ എൻ്റെ ലൈക്ക് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സാർമാരോടും മാമിനോടും ഒക്കെ ചോദിക്കും, അല്ലെങ്കിൽ എൻ്റെ മാനേജറിനോട്, ഇവരോടൊക്കെ ഞാൻ ചോദിക്കും എന്താണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇവരൊരു റഫ് സ്കെച്ച് തന്നു. പിന്നെ ഞാൻ ChatGPTയിലിരുന്ന ഒരു കോൺവെർസേഷൻ എന്താണ്, ഞാൻ എൻ്റെ രീതിയിൽ റിസർച്ച് ചെയ്യാൻ തുടങ്ങി. എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു സെയിൽസ് പേഴ്സ്പെക്റ്റീവിൽ നമ്മളൊരു. അപ്പോൾ എല്ലാവരും പറയുന്നത് സെയിൽസ് പേഴ്സ്പെക്റ്റീവിൽ സംസാരിക്കരുത്, കാഷ്വൽ ടോക്ക്, ഹലോ എന്ന്, ഞാൻ ഇന്ന ആളാണ്, എന്തുകൊണ്ട് വിശേഷം, സുഖമാണോ, ആ ഒരു രീതിയിൽ സംസാരിക്കാം. എനിക്ക് അത് സംസാരിക്കും, ഓക്കെ ഫൈൻ. ഞാൻ വിളിച്ചിട്ട് എന്തുകൊണ്ട് വിശേഷം, ഞാൻ ഇതുപോലെ കമ്പനിയിൽ നിന്ന് വിളിക്കുകയാണ്, ഞാൻ കുറച്ച് നേരം സംസാരിച്ചോട്ടെ. അപ്പോൾ അവർ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ അവർ സംസാരിക്കുമ്പോൾ ആദ്യം ബിസിനസ്സിൻ്റെ കാര്യമേ പറയത്തില്ല. നോർമലി നിങ്ങളുടെ കമ്പനി എന്താണ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഓൾറെഡി ഇങ്ങനെ കുറച്ച് ഇത് വർക്ക് ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഞാൻ മെയിൽ ചെയ്യാം. ആദ്യമൊക്കെ ഇത് പറയുമ്പം വേണ്ട, അത് കേൾക്കുമ്പോഴേ നമുക്ക് ഞാൻ ഇത്രയും സംസാരിച്ചിട്ട് പോലും വേണ്ടായിരുന്നു. ബട്ട് ഗ്രാജുവലി പിന്നെ നമ്മൾ കഴിഞ്ഞിട്ട് പറയുമല്ലോ. ആദ്യം ഞാൻ ചെയ്യുന്നതെന്ന് സ്ക്രിപ്റ്റ് എഴുതി വയ്ക്കും, എന്നിട്ട് വിളിച്ചിട്ട് മറന്നു പോകാതിരിക്കാനായിട്ട്, ദിസ് ഇസ് അലിയ കോളിംഗ് ഫ്രം ഫ്യൂച്ചർ ലോജിസ്റ്റിക്സ്, സോ ഐ എം കോളിംഗ് ഫോർ ദിസ്, മെയിനോ ക്യാൻ വി ടോക്ക് നൗ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ക്രിപ്റ്റ് പോലെ എഴുതി വയ്ക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്ക്രിപ്റ്റ് എഴുതിയിട്ട്, അപ്പോൾ സ്ക്രിപ്റ്റ് ഞാൻ പിന്നെ എഡിറ്റ് ചെയ്യും. എല്ലാ ദിവസവും രാവിലെ എൻ്റെ പരിപാടി സ്ക്രിപ്റ്റ് എഡിറ്റ് ചെയ്യില്ല. രാവിലെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ഞാൻ ഫുൾ എഡിറ്റ് ചെയ്യും. പിന്നെ എനിക്ക് സ്ക്രിപ്റ്റ് വേണ്ട, വിളിച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇന്നതുപോലെയാണ്, ഞാൻ ഇന്ന കാര്യത്തിനെ വിളിക്കുന്നത്, ഓക്കെ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണോ. അപ്പോൾ അവർ ആദ്യം ചിലർ ഓപ്പൺലി പറയും വി ആർ നോട്ട് ഇൻട്രസ്റ്റഡ്. അപ്പോൾ പിന്നെ ഞാൻ ഒന്നുകൂടെ പുഷ് ചെയ്ത് നോക്കും, ഓക്കെ ഫൈൻ ഇങ്ങനെയൊക്കെ. പിന്നെ ഇത് വരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് കൂടി, ഇങ്ങോട്ട് എൻക്വയറീസ് വരാൻ തുടങ്ങിയപ്പോൾ. ഇപ്പം നമ്മൾ ഫോൺ വിളിച്ചിട്ട് ഓക്കെ ഫൈൻ എന്നാൽ മെയിലിട്, ഞാൻ എൻക്വയറി അയക്കാം. അത് കേൾക്കുമ്പോൾ ഓക്കെ ഒരു എൻക്വയറി കിട്ടി. ആ എൻക്വയറി വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ ഓൾറെഡി ഇൻട്രസ്റ്റഡ് ആയിക്കോളും. അപ്പം സെയിൽസ് ഒട്ടും ഇഷ്ടമില്ലാത്ത ആളായ ഞാൻ ഇപ്പോൾ സെയിൽസ് കിട്ടി കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയാൽ നമ്മൾ വർക്ക് ചെയ്ത് നോക്കിയാലേ നമുക്ക് അറിയത്തുള്ളൂ. ഇപ്പോൾ ഏത് ഇതാണെങ്കിൽ ചിലർക്ക് ഓപ്പറേഷൻസ് മതി എന്ന് വന്നിട്ട് ചിലപ്പോൾ കയറിയിട്ട് ഓപ്പറേഷൻസ് ചത്ത് കഴിഞ്ഞാലും നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓപ്പറേഷൻസ് നമ്മൾ അതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതുപോലെ കറക്റ്റായിട്ട് ചെയ്യണം. ഡോക്യുമെൻറ്റേഷൻ ആണെങ്കിൽ നമ്മൾ അതുപോലെ കറക്റ്റായിട്ട് ചെയ്യണം. ഇതൊക്കെ നമ്മൾ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ, അപ്പം എൻ്റെ ഒരു അഡ്വൈസാണ്, നിങ്ങൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും വർക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് അറ്റ് ദ എൻഡ് ഓഫ് ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് തോന്നുമല്ലോ ഓക്കെ ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റും, ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റില്ല. നമ്മൾ കമ്പനി മാറുമ്പോൾ ഗോ ഫോർ ഇറ്റ്. ദിസ് ഈസ് ഗോയിങ് ടു ബി മൈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ അപ്പോൾ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിക്കുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മളെ എത്രയൊക്കെ പഠിപ്പിച്ചാലും നമ്മളിടേണ്ട എഫേർട്ട് ഇടാതെ വിൽ ഗെറ്റ് നോ വെയർ. ഓക്കെ, ടേക്കിങ് SLMT ഫോർ ആൻ എക്സാമ്പിൾ. SLMTയിൽ വന്ന ഒരു സ്റ്റുഡൻറ്റ് ഫോർ എക്സാമ്പിൾ ആലിയ പഠിച്ചു. ആലിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം SLMT തന്നു, പക്ഷേ ആലിയും കൂടെ എഫേർട്ട് ഇട്ടില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഒരു കൈൻഡ് ഓഫ് 50-50 എഫേർട്ട് എന്ന് പറയാം. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനൊരു എഫേർട്ട് ഇടുമ്പോൾ വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് യു നീഡ് ടു ഡു ആസ് എ സ്റ്റുഡൻറ്റ്? ഇപ്പം നമുക്ക് കൈൻഡ് ഓഫ് ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് വാട്ട് വുഡ് യു സജസ്റ്റ്? നിങ്ങൾ ഇന്ന കാര്യങ്ങളും കൂടെ ചെയ്യുക, എന്നാലേ യു വിൽ ബി സക്സസ്ഫുൾ. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാം. ഷുവർ. ഓക്കെ, അപ്പോൾ SLMTയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഫാക്കൽറ്റിയൊക്കെ അവർക്ക് എല്ലാം അറിയാം. നമ്മൾ ചോദിക്കേണ്ട പ്രശ്നമുള്ളവർക്ക് കാര്യം പറയാം. പക്ഷെ ഞാൻ ഒന്നും ചോദിക്കാറില്ലായിരുന്നു. ഈ ഇവരും ഒക്കെ ചോദിക്കുന്ന കേട്ടിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള കാര്യം, ഞാനായിട്ട് ക്ലാസ്സിൽ അങ്ങനെ വലുതായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരാളേ അല്ല. ആൻഡ് എൻ്റെ ഏറ്റവും വലിയ അഡ്വൈസ്, ഇഫ് നിങ്ങളെ പഠിപ്പിക്കുന്ന ആൾ, അതിപ്പം ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടുള്ള ആളാണെങ്കിലും എവിടെ പഠിക്കുന്ന ആളാണെങ്കിലും, നിങ്ങൾ ലോജിസ്റ്റിക് ഫീൽഡിൽ പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ജൂനിയേഴ്സിനോടാണെങ്കിലും ഞാൻ പറയുന്നത്, നിങ്ങളെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റി എക്സ്പീരിയൻസ്ഡ് ആണോ,
അവരോട് അവരുടെ എക്സ്പീരിയൻസ് ചോദിക്കുക. അവർ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ചെയ്തുകൊണ്ടിരുന്നത്, അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ അവർ എന്തൊക്കെ ചാലഞ്ചസ് ആണ് ഫീൽ ചെയ്തത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇവരുടെ സ്റ്റോറീസ് അറിയാൻ നമ്മൾ ട്രൈ ചെയ്യണം. അവർക്ക് പറയാം, അവരോട് ചോദിക്കേണ്ട പ്രശ്നമേ ഉള്ളൂ. SLMTയിലാണെങ്കിൽ ആരോട് ചോദിച്ചാലും എക്സ്പീരിയൻസ് ഉണ്ട്, പറയേണ്ട താമസമേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് അല്ലെങ്കിൽ സർ അല്ലെങ്കിൽ മാമിൻ്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു ഇവിടെ നിന്നിട്ട്, അല്ലെങ്കിൽ സാറിൻ്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു കമ്പനി, അവർക്ക് പറയാൻ ഇഷ്ടംപോലെ കാര്യമുണ്ട്. അപ്പം ഞാനത് വർക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സംഭവം മനസ്സിലായത്. ഓക്കെ, എക്സ്പീരിയൻസ് ഇസ് വാട്ട് മാറ്റേഴ്സ്. എക്സ്പീരിയൻസ് നമ്മൾക്കുള്ള എക്സ്പീരിയൻസ് മാത്രമല്ല, വേറൊരാളുടെ എക്സ്പീരിയൻസ് കേട്ടാലും നമ്മൾ പഠിക്കും. അപ്പോൾ എൻ്റെ വൺ അഡ്വൈസ്, ആസ്ക് ക്വസ്റ്റ്യൻസ്. ഞാൻ ചെയ്യത്തില്ല, എന്നോട് എല്ലാവരും പറയുമായിരുന്നു, എല്ലാ ഫാക്കൽറ്റിയും വന്നിട്ട് ക്ലാസ്സിൽ രാവിലെ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്ക്. ഞാൻ ചോദിക്കില്ലായിരുന്നു. വൺ തിങ്, ഇപ്പം ഞാനിത് പറഞ്ഞു കഴിഞ്ഞാലും ഒരു 20% ചിലപ്പോൾ ചോദിക്കാൻ തുടങ്ങുമായിരിക്കും, ബാക്കി 80% ചോദിക്കത്തില്ല. ബട്ട് ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് പോയി കഴിയുമ്പം തോന്നും, അയ്യോ അന്ന് ഞാനത് ചോദിക്കേണ്ടതായിരുന്നു. ചോദിക്കുക. നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ കറൻ്റ്ലി നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം ഈ റീസെൻ്റായിട്ട് നമുക്കറിയാൻ ഇഷ്ടംപോലെ വഴിയുണ്ട്. വെബ്സൈറ്റ്സ് നോക്കാം, ന്യൂസസ് ആണെങ്കിൽ ലോജിസ്റ്റിക് ന്യൂസസ് എന്ന് പറഞ്ഞുകൊണ്ട് മാഗസീൻസ് ഉണ്ട്. ഇതെല്ലാം ജസ്റ്റ് വലുതായിട്ട് വായിക്കണ്ട. നമ്മൾ ഫോൺ സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ലോജിസ്റ്റിക് ഫീൽഡിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള പേജസ് ഉണ്ട്. ജസ്റ്റ് ഫോളോ ചെയ്ത് വെച്ചിരുന്നാൽ മതി. സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കണ്ടോളും ഇന്ന് എന്താണ്, അല്ലെങ്കിൽ ഈ കമ്പനി ഇങ്ങനൊരു കമ്പനി ഇത്രയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ആ വഴി കിട്ടും. എപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള എന്തെങ്കിലും ഒരു ലോജിസ്റ്റിക്സ് ഫോക്കസ് ചെയ്തുള്ള എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ കയ്യിൽ വേണം. ഇപ്പോൾ പേപ്പർ വായിക്കാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ലോജിസ്റ്റിക് ന്യൂസസ് കിട്ടും. മാഗസീൻസ് വായിക്കാൻ ഇഷ്ടമുള്ളതാണെങ്കിൽ മാഗസീൻസ് കിട്ടും. ഒരു 80% ആൾക്കാരും നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. 24 hours രാവിലെ ഈ സാധനം കയ്യിലെടുത്ത് കഴിഞ്ഞാൽ രാത്രി കണ്ണടഞ്ഞു പോകുന്നവരെ ഫോൺ യൂസ് ചെയ്യുന്നതാണ്. എപ്പോഴും കയ്യിൽ നിന്ന് താഴെ വയ്ക്കുന്നതിൽ ഫോൺ ചാർജ് തീരാതെ ഇഷ്ടംപോലെ ലോജിസ്റ്റിക് മീംസ് കിടപ്പുണ്ട്. ഈ മീംസിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് അറിയാം. ഇതിൻ്റെ അകത്തെ പകുതി കാര്യങ്ങൾ നമുക്ക് അറിയാതെ ആയിരിക്കും. ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചാലും എല്ലാം ഒന്നും നമ്മൾ ഓർത്തിരിക്കത്തില്ല. ബട്ട് എവിടെയെങ്കിലും അത് ഒന്ന് ഒരു പോയിന്റ് വരുമ്പോഴായിരിക്കും നമ്മൾ ഓർക്കുന്നത്. മീംസ് ഇഷ്ടം പോലെ വരും. അപ്പോൾ ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു, എനിക്കാരും പറഞ്ഞു തന്നിട്ടില്ല. അപ്പം ഞാൻ പഠിച്ചിറങ്ങുന്ന ഒരു 23 വരെ ലോജിസ്റ്റിക്സ് ആ ഒരു സമയത്ത് ഇങ്ങനെ ബൂം ചെയ്ത് വരുന്നതേ ഉള്ളൂ. ആ സമയത്താണ് ഞാൻ കയറുന്നത്. ആ സമയത്തൊന്നും ഇതില്ല, ന്യൂസസ് ഇല്ല, മീംസ് ഇല്ല, അല്ലെങ്കിൽ പേജസ് ഇല്ല. നമ്മൾ എക്സ്പീരിയൻസ് ചോദിച്ചാലേ നമുക്ക് കിട്ടത്തുള്ളൂ. ബട്ട് റീസെൻ്റ്ലി ഞാനും റീസെൻ്റായിട്ടാണ് അറിയുന്നത് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അന്നൊക്കെ നമുക്കിപ്പം SLMT എന്നാണെങ്കിലും നമുക്ക് ഓരോ ഇത് വരും, ന്യൂസസ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോവാം, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലോജിസ്റ്റിക് ഈവൻറ്റ്സ്. ഇതൊക്കെ എത്ര അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും കിട്ടില്ല. ഞാൻ ഒരുപാട് ഇരുന്ന് തപ്പിയിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് യൂട്യൂബ് ചാനലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് കേൾക്കാമല്ലോ, ഒന്നുമില്ല. പക്ഷെ ഇപ്പോൾ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കിനെ ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും നമ്മൾ എപ്പോഴും അറിയണം, എന്തൊക്കെയാണ് നടക്കുന്നത്, എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. ബി ഓപ്പൺ. എന്ത് കിട്ടിയാലും വാങ്ങിക്കാനായിട്ട് ഭയങ്കര ഓപ്പൺ ആയിട്ടിരിക്കണം. ആൻഡ് ഓൾസോ ഇപ്പം ഇൻ ക്യാരക്ടർ ഇച്ചിരി ഹാർഡ് കോറായിട്ട് നിൽക്കണം. ലോജിസ്റ്റിക് ഫീൽഡിൻ്റെ ഒരു ഭയങ്കരമായിട്ട് നമുക്ക് വേണ്ടിയ ഒരു കാര്യമാണ്. നമ്മൾ ഇച്ചിരി ഹാർഡ് കോറായിട്ട് നിന്നാൽ ആ ഒരു എൻവയോൺമെൻറ്റിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ 1 year. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളങ്ങ് നിന്നോളും. നിൽക്കാനുള്ള പ്രശ്നമുള്ളൂ. ഈ 3 കാര്യങ്ങളെ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇത് ഞാൻ ചെയ്തിട്ടില്ല. ഇനി വരുന്ന ആൾക്കാരെങ്കിലും കറക്റ്റായിട്ട് ചെയ്യട്ടെ എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഞാൻ പറഞ്ഞു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന്. പക്ഷേ 1 more question. അപ്പാർട്ട് ഫ്രം അക്കാഡമിക്സ്, ഹൗ വാസ് SLMT ലൈഫ്? ഞാൻ ശരിക്കും ചെയ്തു. എങ്ങനെ? വാട്ട് വേസ്? ഓക്കെ, ഫസ്റ്റ് എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ വർക്കൊക്കെ ആയതുകൊണ്ട് കോണ്ടാക്ട്സ് ഭയങ്കര കുറവാണ്. ബട്ട് ഇവിടെ വന്ന ടൈമിൽ ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ബോയ്സ് ആണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ. ബട്ട് അത് കഴിഞ്ഞിട്ട് വന്ന ബാച്ച് എല്ലാം ഗേൾസ് ഒരുപാട്. അപ്പോൾ ഞാൻ വിചാരിക്കുക ചെയ്തു, പിള്ളേർ മിസ് ചെയ്തു, ശരിക്കും മിസ് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ ബാച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഏജ് ഗ്രൂപ്പിലെ ആൾക്കാരുണ്ട്. ഒരു 35 വരെയുള്ള എല്ലാ ഏജ് ഗ്രൂപ്പിലെ ആൾക്കാരും ഞങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്നു. 18 വയസ്സ് തൊട്ട് 35 വയസ്സുള്ള എല്ലാവരും ഉണ്ട്. അപ്പം നമ്മളൊരു ഡിഗ്രി ഇറങ്ങുന്നവരെ
എൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ഏജിലുള്ള പിള്ളേരില്ല, കൂടിപ്പോയ 24, ഏറ്റവും കൂടുതൽ 25, നമ്മുടെ സീനിയേഴ്സ് ആണെങ്കിൽ 25. ഡിഗ്രി ഇറങ്ങുമ്പോൾ നമുക്ക് ആകെ കൂടി 20-21 വയസ്സല്ലേ ഉള്ളൂ. നമ്മുടെ എത്ര സീനിയേഴ്സ് എത്ര അവർ പഠിക്കുക ഇതായാലും 25 ആയിരിക്കും മാക്സിമം. അപ്പോൾ അതുവരെയുള്ള ആൾക്കാരെ നമുക്ക് അറിയത്തുള്ളൂ. ആ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ തോട്ട്സ് എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ വന്നതെന്നൊക്കെ നമുക്ക് അറിയത്തുള്ളൂ. ഒരു SLMT വന്നപ്പം ഈ 35 വയസ്സ് വരെ, ലൈക്ക് ഇപ്പം പുതിയതായിട്ട് വന്ന പിള്ളേർ തൊട്ട് 35 വയസ്സ് വരെ ആയിട്ടുള്ള ആൾക്കാരുടെ ഫുൾ കാര്യങ്ങൾ നമുക്കറിയാം. അവരെന്താണ് ആലോചിക്കുന്നത്, അവരുടെ തോട്ട് പ്രോസസ്സ് എങ്ങനെയാണ്, അവരെന്താണ് ഫ്യൂച്ചറിനെ പറ്റി ആലോചിക്കുന്നത്, ഇതെല്ലാം അറിയാം. SLMT എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത് അതാണ്. രണ്ടാമത്തേത്, ആദ്യം ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി. എനിക്ക് ഒരിക്കൽ പോലും SLMT ഒന്നും ബോറടിച്ചിട്ടില്ല. ഇപ്പം ക്ലാസ്സിലാണെങ്കിലും ഇഷ്ടംപോലെ കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. ടീച്ചേഴ്സ് കണ്ടിട്ടുണ്ട്, ടീച്ചേഴ്സ് പിടിച്ചിട്ടുമുണ്ട്. അപ്പം ശരിക്കും എൻജോയ് ചെയ്തു. SLMT വന്നിട്ട് എനിക്ക് ഒരു ദിവസം പോലും റിഗ്രറ്റ് ഇവിടെ വരണ്ടായിരുന്നു ഒന്നും ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല. ശരിക്കും ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് എക്സ്പീരിയൻസസ് കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ കുറേ ആഡ് ഓൺ കോഴ്സസ് വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ആൾക്കാർ വന്ന് സംസാരിക്കുന്നുണ്ട്. അത് അന്ന് എനിക്കറിയില്ലായിരുന്നു ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ബട്ട് ഇവിടുന്ന് പഠിച്ച പല കാര്യങ്ങളും കാരണമാണ് ഇപ്പം ഞാൻ ഒന്ന് സർവൈവ് ചെയ്ത് പോകുന്നത്. ഇവരൊക്കെ വന്ന് ഓരോന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സർവൈവ് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ എക്സൽ എനിക്കിതിന് മൈക്രോസോഫ്റ്റ് ഫുള്ള് അറിയാം, പക്ഷേ ഇതെങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഇപ്പോൾ എക്സൽ ക്ലാസ്സസ് ആണെങ്കിലും സാപ്പ് ആണെങ്കിലും ഇവിടുന്ന് കിട്ടിയ സാധനങ്ങൾ അതല്ല, എനിക്ക് വേറെ എവിടെയും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അത് അക്കാഡമിക്സ് അല്ലാണ്ട് ഒരുപാട് പ്രോഗ്രാംസ് കിട്ടി, സെലിബ്രേഷൻ, ഇഷ്ടംപോലെ സെലിബ്രേഷൻ. ആങ്കർ ചെയ്യുമായിരുന്നെങ്കിലും എനിക്ക് അറിയില്ലായിരുന്നു, എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു. ക്യാമറ ഫേസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒരു ക്ലാസ്സിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് എന്തെങ്കിലും പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു അത് കറക്റ്റായിട്ട് പറയാൻ പറ്റും. ഇതൊക്കെ ഇവിടെ വന്നിട്ടായിട്ട് ഒരുപാട് SLMT എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് അത് പറഞ്ഞാലും തരുന്നില്ല, അതുപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓരോ കാര്യത്തിനാണെങ്കിലും, ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാനാണെങ്കിൽ വരെ എന്നെ SLMT ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇംഗ്ലീഷ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ SLMT ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് SLMT വന്നിട്ട് മാത്രം കിട്ടിയത്. അതിനിപ്പോൾ വേറെ എവിടെ പോയാലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഇവിടുത്തെ മാത്രം കാര്യമാണ്. ഇവിടെ ഫാക്കൽറ്റി അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് ടീച്ചർ റിലേഷൻഷിപ്പ് അല്ല, അല്ലെങ്കിൽ ഒരു നമ്മൾ ഫാക്കൽറ്റീസ് ആണെങ്കിൽ നോൺ ടീച്ചിങ് സ്റ്റാഫ് സ്റ്റുഡൻറ്റ് റിലേഷൻ അല്ല, എല്ലാവരും ഭയങ്കര ജെല്ലായിട്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് പഠിക്കാനും ഇൻട്രസ്റ്റ് വരും, രാവിലെ കോളേജ് വരാനും ഒരു ഇൻട്രസ്റ്റ് തോന്നും, ഇച്ചിരി ഒരു രസമാണ്. ദാറ്റ്സ് വാട്ട് ഐ ഗോട്ട് ഫ്രം ഹിയർ. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ ഐ തിങ്ക് ഇത് കേൾക്കുന്ന പ്രോസ്പെക്റ്റീവ് സ്റ്റുഡൻസിന് ഡെഫിനറ്റ്ലി ഇവിടുന്ന് ഈ ഒരു കോൺവെർസേഷനിൽ നിന്ന് എന്തായാലും ഡെഫിനറ്റ്ലി എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുപോകാൻ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. സോ താങ്ക് യു സോ മച്ച് അലിയ ഫോർ കമ്മിങ്. നമ്മൾ വിളിച്ച ഉടനെ അലിയ ഇവിടെ വന്നു. യു വെർ സോ ഓപ്പൺ ടു ഷെയറിങ് ഓൾ ദീസ് തിങ്സ്. സോ വി ആർ സോ ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്. എത്രയും വേഗം പോകാൻ പറ്റട്ടെ, എബ്രോഡൊക്കെ പോയി ഭയങ്കര വലിയ വലിയ പൊസിഷൻസിൽ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റട്ടെ. ആൻഡ് ആസ് യു വിഷ്, may you get to bring that change. Okay, thank you so much. Thank you so much എന്നെ വിളിച്ചതിനും.